ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മി ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കണ്ണനും മഞ്ജു ആണെങ്കിൽ നേരിട്ട് കാണുന്നുണ്ട്. നേരിട്ട് കണ്ട ഉടൻ തന്നെ മഞ്ജു ആണെങ്കിൽ കണ്ണനോട് പറയുന്നുണ്ട്, എന്തായാലും കണ്ണേട്ട, ആ പ്രതാപനെ ജയിലിൽ അടക്കുന്നതിനേക്കാളും നല്ലത് കരുണയെ ജയിലിൽ അടക്കുന്നതായിരിക്കും. അതാകുമ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പമായിരിക്കും. ഇത്രയും കാലം അവളെ ദ്രോഹിച്ചതിനും അവൾ ചെയ്ത കൂട്ടിയ പാവങ്ങൾക്കെല്ലാം ഇതൊരു ശിക്ഷയായിട്ട് തന്നെ അവൾക്ക് വിധിക്കണം കണ്ണേട്ട. എന്തായാലും ഞാൻ അയാളെ ഒന്ന് സ്റ്റേഷനിൽ പോയി കാണുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട്, എന്തായാലും നീ പറഞ്ഞ പോലെ തന്നെ കരുണയ്ക്കാണ് ശിക്ഷ കൊടുക്കേണ്ടത്. ആ പ്രതാപന് കൊടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. പ്രതാപൻ വെറും ഒരു നിരപരാധിയാണെന്ന് പറഞ്ഞ് ഈ കേസിൽ നിന്ന് ഊരിപ്പോരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ വാമനെയും കരുണേനെയും ഞാൻ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് അകത്താക്കും. എന്തായാലും ഞാൻ തന്നെയാണ് കോടതിയിലോട്ട് പോകാൻ വേണ്ടി പോകുന്നത് തന്നെ, അല്ലാതെ മറ്റൊരു വഴി ഞാൻ കാണുന്നില്ല. അനന്തു ആണെങ്കിൽ എൻ്റെ സെക്കൻഡായിട്ടുള്ള ഒരു വക്കീലായിട്ടാണ് നിൽക്കാൻ പോകുന്നത്. എന്തായാലും നമുക്ക് കോടതി വെച്ച് കാണാമെന്നൊക്കെ പറഞ്ഞ് മഞ്ജുവിനോട് യാത്ര പറഞ്ഞ് കണ്ണൻ പോകുന്നുണ്ട്. അതിനുശേഷം ആണെങ്കിൽ കണ്ണനാണെങ്കിൽ പറഞ്ഞതിന് ശേഷം നമ്മുടെ മഞ്ജു ആണെങ്കിൽ തൻ്റെ അച്ഛനെ കൊന്ന കൊലയാളികളെ നേരിട്ട് കാണാൻ തന്നെ ആ സ്റ്റേഷനിൽ എത്തുന്നുണ്ട്. അങ്ങനെ മഞ്ജുവാണെ പറയുന്നുണ്ട്, എൻ്റെ അച്ഛനെ കൊന്നിട്ട് സുഖമായി ഇരിക്കാമെന്ന് താനും ഇയാളും വിചാരിച്ചു എന്നാൽ കേട്ടോ, നിങ്ങൾക്കുള്ള വിധി നാളെ തന്നെയാണ് പ്രഖ്യാപിക്കാൻ പോകുന്നത്. എന്തായാലും നിങ്ങൾ രണ്ടുപേരും അകത്താവും. പ്രതാപ, നീ മറ്റൊരു കാര്യം കൂടെ അറിഞ്ഞോ? നിൻ്റെ മകളെയും കൂടെ കൊടുക്കാനുള്ള എല്ലാ കേസുകളും എല്ലാം ഞാനും കണ്ണേട്ടനും കൂടെ തയ്യാറാക്കിയിട്ടുണ്ട്. എന്തായാലും അതും ഓർത്ത് നീ ദുഃഖിച്ചേ മതിയാവുള്ളൂ. ഇത്രയും കാലം നീയും നിൻ്റെ മകളും ചെയ്ത പാവങ്ങൾ ഇങ്ങനെയെങ്കിലും തീരട്ടെ. നിന്നെയൊന്നും വെറുതെ വിടാൻ പോകുന്നില്ല. എൻ്റെ അച്ഛനെ കൊന്ന് നീയൊക്കെ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് മഞ്ജു ആണെങ്കിൽ. എന്നിട്ട് മഞ്ജുവിനോട് നമ്മുടെ പ്രതാപം പറയുന്നുണ്ട്, എൻ്റെ മോളെ ഒന്നും ചെയ്യരുത്, എന്നെ എന്ത് വേണമെങ്കിലും നിങ്ങൾ ചെയ്തു, അവളുടെ വയറ്റിൽ ഒരു കുഞ്ഞുള്ളതാണ്, അതുകൊണ്ട് അവളൊന്നും ചെയ്യരുത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മഞ്ജു ആണെങ്കിൽ പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യമില്ല, അവളോടും നിങ്ങളോടൊന്നും ഒരു കരുണ പോലും ഞങ്ങൾ കാണിക്കില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം അത്രയ്ക്ക് ഞങ്ങളെ ദ്രോഹിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഞങ്ങൾ പകരം വീട്ടിയിട്ടേ അടങ്ങുകയുള്ളൂ. അവളുടെ വയറ്റിൽ കുഞ്ഞുണ്ടെങ്കിലും അവളെൻ്റെ ചേട്ടത്തിയുടെ എൻ്റെ കണ്ണേട്ടനെ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചവളല്ലേ. അതുകൊണ്ട് കണ്ണേട്ടന് ഇപ്പം അവളോട് യാതൊരു അലിവും തോന്നുന്നില്ല. അതുകൊണ്ട് കണ്ണേട്ടൻ ഇത് തക്കതായ ശിക്ഷ തന്നെ അവൾക്ക് വാങ്ങിച്ചു കൊടുക്കും. എന്തായാലും നാളെ കോടതിയിൽ വെച്ച് നമുക്ക് എല്ലാവർക്കും കൂടെ കാണാം എന്നൊക്കെ പറയുന്നുണ്ട് മഞ്ജു ആണെങ്കിൽ. ഇതാലോചിച്ച് പ്രതാപനും വാമയൊക്കെ ടെൻഷൻ അടിക്കുന്നുണ്ട് ആ പോലീസ് സ്റ്റേഷനിൽ നിന്നാണെങ്കിൽ. അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ എല്ലാവരും കോടതിയിലെത്തുന്നുണ്ട്. കോടതിയിലെത്തിയതോടെ തന്നെ കണ്ണനെ കണ്ട് നമ്മുടെ മുത്തശ്ശി അന്ന് പേടിക്കുന്നുണ്ട്. കണ്ണനാണോ ഈ കേസ് വാദിക്കാൻ പോകുന്നത്? എന്നാൽ പിന്നെ പ്രതാപൻ്റെ കാര്യം കട്ടപ്പുകയായിട്ട് തന്നെ മാറിയിരിക്കും. എന്തായാലും ഇനിയിപ്പോൾ കേസ് വാദിക്കുന്നത് കണ്ണനാണെങ്കിൽ എന്തായി തീരുമെന്നൊന്നും നമുക്കറിയില്ലല്ലോ ഈശ്വര എന്നൊക്കെ മുത്തശ്ശി മനസ്സിൽ പറയുന്നുണ്ട്. അതിനുശേഷം ആണെങ്കിൽ നമ്മുടെ മുത്തശ്ശിയും കണ്ണനും നേരിട്ട് കാണുന്നുണ്ട്. മുത്തശ്ശിയോട് കണ്ണൻ പറയുന്നുണ്ട്, എൻ്റെ മോള് ഒരമ്മയാവാൻ വേണ്ടി പോവാണ് കണ്ണ, അവളെ ദ്രോഹിക്കരുതെന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, അവളെ ദ്രോഹിക്കാനോ? അവളെ ഇതുവരെ ഞാൻ ദ്രോഹിച്ചിട്ടില്ല. ഇനി ദ്രോഹിക്കാൻ പോകുന്നത് നിങ്ങൾ നേരിട്ട് കണ്ടോളൂ. ഇനി എന്തായാലും ഉണ്ണിയും അമ്മയൊന്നും നിങ്ങളുടെ കൂടെ നിൽക്കില്ല. അവരും കൂടെ ഇന്നെല്ലാ സത്യങ്ങളും അറിയാൻ വേണ്ടി പോവുകയാണ്. അതൊക്കെ നിങ്ങൾക്ക് വഴിയെ മനസ്സിലായിക്കോളും. നിങ്ങളെ പ്രായത്തിനെ ഞാൻ ഇച്ചിരിയെങ്കിലും ബഹുമാനിക്കുന്നുണ്ട്. കൂടുതൽ നിന്ന് അതുപോലും ഞാൻ മറന്നു പോകും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി ചെല്ലാൻ നോക്ക്. എൻ്റെ കാല് പിടിച്ചിട്ടോ എന്നോട് കരഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യമില്ല. കാരണം നിങ്ങൾക്കും നിങ്ങളുടെ മകൾക്കും നിങ്ങളുടെ മകനൊക്കെ കരുണ എന്ന് പറയുന്ന സാധനം അത് അനുവദിച്ചുകൂടാ. കരുണ പോലും നിങ്ങളോടൊന്നും കാണിക്കാൻ പാടില്ല. കരുണ പോലും ഇല്ലാത്ത ഒരു പേരിട്ടത് നിങ്ങൾ തന്നെയല്ലേ അവൾക്ക് കരുണ എന്നുള്ളത്. അവൾക്ക് എന്നിട്ട് ഒരിച്ചിരി പോലും കരുണ പോലും ആരോടും തോന്നുന്നില്ലല്ലോ. അവളത് ആരോടും കാണിക്കുന്നില്ലല്ലോ. അവൾക്ക് മറ്റൊരു പേരായിരുന്നു നിങ്ങൾ ഇടേണ്ടിയിരുന്നത്. പാവം എൻ്റെ കുഞ്ഞിനെയും എൻ്റെ മഹിയും ഇല്ലാതാക്കാൻ ശ്രമിച്ചവളെ എങ്ങനെയെങ്കിലും വിധിച്ച് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശിയാണെങ്കിലും ഇതൊക്കെ കേട്ടിട്ട് പൊട്ടിക്കരയുന്നുണ്ട് കോടതിയിൽ നിന്നാണെങ്കിലും. അങ്ങനെ പ്രതാപനെയും വാമനെയൊക്കെ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. ഹാജരാക്കിയതിന് ശേഷമാണെങ്കിൽ നമ്മുടെ കോടതിയിൽ കണ്ണൻ തന്നെയാണ് കേസ് വാദിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് വാമൻ പറയുന്നുണ്ട്, എന്തായാലും നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. ഇവനാണ് കേസ് വാദിക്കുന്നതെങ്കിൽ എന്തായാലും നമ്മൾ അകത്താവും എന്നുള്ള കാര്യം ഉറപ്പാണെന്നൊക്കെ പറയുന്നുണ്ട് വാമനാണെങ്കിൽ പ്രതാപനോട്. അങ്ങനെ കണ്ണനാണെങ്കിൽ കേസൊക്കെ വായിച്ചിട്ട് നമ്മുടെ കോടതി മുമ്പിൽ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കി കോടതിക്ക് കൊടുക്കുന്നുണ്ട്. കോടതി എന്തായാലും ഇനി പ്രതാപനും വാമനും നല്ലതായ ശിക്ഷ വിധിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.